ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സേമിയ പായസമാണ് റെഡിയാക്കിയെടുക്കുന്നത്. സാധാരണ ചെയ്യുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഒരു അരക്കപ്പ് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കളറൊന്നും ചേഞ്ച് ആവാതെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ സേമിയ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി പായസത്തിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ അരക്കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അത് ഇതുപോലെ പഞ്ചസാര മെൽറ്റായിട്ട് ആ ഒരു സിറപ്പിൻ്റെ കളറേ അങ്ങ് ചേഞ്ചായി വന്നോളും. ഈ സമയത്ത് ഒരിക്കലും ഫ്ലെയിം കൂട്ടരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു ഹണിയുടെ കളറായിട്ട് ഇങ്ങനെ മാറി വന്നോളും. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമയം വെക്കേണ്ട, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ ഇതുപോലെ മെൽട്ടായിട്ട് തുടങ്ങുന്ന സമയത്ത് പാല് ചേർത്ത് കൊടുക്കുക. ഒരു 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml 2 കപ്പ് കേട്ടോ. ഒരു 500 ml പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാലും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ മെൽറ്റാക്കിയ ഒരു പഞ്ചസാര ഉണ്ടല്ലോ, അത് ഇതുപോലെ പാട കെട്ടിയ പോലെ കിടക്കും. അപ്പോൾ അത് കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട. ചൂട് കയറുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് മെൽറ്റായിക്കോളും. അപ്പോൾ അതാണ് നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കുന്നത്. ഒരു ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചൂടാകുന്നതിന് അത് മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ മധുരം നമ്മൾ ആദ്യം ചേർത്തുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കുക, നേരത്തെ വറുത്ത് മാറ്റി വെച്ചത്. എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടിക്കോളും. അപ്പോൾ ഇത് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സേമിയൊക്കെ വെന്തിട്ട് പായസം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഓഫാക്കി ഇട്ടാൽ മതി. പിന്നെ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങ് തിക്കായിട്ട് വന്നോളും. അപ്പോഴേക്കും ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ലാസ്റ്റ് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യിൽ കുറച്ച് കാഷ്യൂ കിസ്മിസും വറുത്തെടുത്തിട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ സെർവ് ചെയ്യാണ്. കുറച്ച് തിക്കായി വരും കേട്ടോ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് അത്യാവശ്യം ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്